ഹായ്. അപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് നമ്മുടെ പയ്യന്നൂരുള്ള കാലിക്കടപ്പുറമാണ്. ഇവിടെ കൗവായി ബീച്ച് എന്ന് പറയും. നമുക്ക് കൗവായിൽ വന്ന് എന്തൊക്കെ ചെയ്യാനുണ്ട്, ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്, നമുക്ക് എങ്ങനെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൗവായിലാണ്. ഇവിടെ നമുക്ക് മെയിനായിട്ട് ഉള്ള ആക്ടിവിറ്റീസ്, ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, അതുപോലെ നമുക്ക് കണ്ടൽക്കാടിനുള്ളിൽ കൂടെ പോകാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൗവായി ബീച്ചിലും പോകാൻ പറ്റും. ബോട്ടിൽ കയറി ബീച്ചിൽ പോകാനുള്ള ഓപ്ഷനൊക്കെ അവൈലബിൾ ആണ്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൗവായി ബോട്ട് ടെർമിനലിലാണ്. ഏകദേശം പയ്യന്നൂരിൽ നിന്നൊരു 5 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം വരുന്നത്. അപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നിരവധി ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. ഇവിടെ നമുക്ക് കയാക്കിങ് ചെയ്യേണ്ടവർ കയാക്കിങ് ചെയ്യാം. സ്പീഡ് ബോട്ട് യൂസ് ചെയ്ത് നമുക്ക് കണ്ടൽക്കാടിനുള്ളിലേക്ക് പോകേണ്ടവർക്ക് ആ ഓപ്ഷനുണ്ട്. അതുപോലെ ഗവൺമെൻറ് ബോട്ടിന് കയറി നമ്മുടെ ബീച്ചിൽ പോകേണ്ടവർക്ക് ആ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പം ഇങ്ങനെ ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കുറേ ഓപ്ഷൻസ് ഉള്ള ഒരു പ്ലേസാണ് നമ്മുടെ ഈ പയ്യന്നൂരിലെ കൗവായി. അപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഇവിടുത്തെ സ്പീഡ് ബോട്ടിങ്, അതുപോലെ തന്നെ കൗവായി ബോട്ടിൽ കയറി ഗവൺമെൻറ് ബോട്ടിൽ കയറി നമുക്ക് ബീച്ചിൽ പോകാം. അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെയാണ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കയാക്കിങ് ചെയ്യേണ്ടവർക്ക് ഇവിടെ കയാക്കിങ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ 2-3 ടീംസ് ഇവിടെ കയാക്കിങ് ഓപ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും റേറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ എൻ്റെ ഒരു പഴയ വീഡിയോയിൽ കൗവായി കയാക്കിങ് വീഡിയോ ഞങ്ങളൊക്കെ പരിചയപ്പെടുന്നുണ്ട്. അത് വേണ്ടവർക്ക് റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്ന ഇവിടുന്ന് സ്പീഡ് ബോട്ട് എടുക്കുകയാണ് ചെയ്തത്. 800 രൂപയാണ് ചാർജ് വരുന്നത് സ്പീഡ് ബോട്ടിന്. അപ്പോൾ നമ്മൾ സ്പീഡ് ബോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നമുക്കൊന്നെങ്കിൽ സ്പീഡ് ബോട്ട് എടുത്തിട്ട് നമുക്ക് കൗവായിൽ പോയി കണ്ടൽക്കാടിനുള്ളിൽ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ടൈം കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് വേറെ ബോട്ടിന് ഇവിടെ തന്നെ വിളിച്ച് കഴിഞ്ഞാൽ ബോട്ടിന് നമുക്ക് തിരിച്ച് വരാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പോയിട്ട് ആ ബോട്ടിന് തന്നെ കറങ്ങി തിരിച്ച് വരാൻ പറ്റും. ഈ 2 ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങുന്നില്ല എന്ന് വെച്ചു, പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നനയുന്നുണ്ട്, ഇറങ്ങുന്നില്ല എന്ന് വെച്ചു. അപ്പോൾ നമ്മൾ പോയിട്ട് വരണം തീരുമാനിച്ചത്. ശരിക്കും കൗവായി കണ്ടൽക്കാടിനുള്ളിൽ പോകുമ്പോൾ ഏകദേശം മുട്ടപ്പത്തൊക്കെ നമുക്ക് വെള്ളമുള്ളൂ, പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാൽ നമ്മൾ ചെറുങ്ങനെ നനയാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നനയണമെന്ന് ആഗ്രഹമില്ലാത്ത ആൾക്കാർക്കും അവിടെ പോയി ഇറങ്ങണം ഉള്ള നിർബന്ധമൊന്നുമില്ല. നമുക്ക് പോയ ബോട്ടിനെ തിരിച്ചു വരാൻ പറ്റും. ഇവിടെ 2-3 ആൾക്കാർ സ്പീഡ് ബോട്ടിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ കാണുന്നതൊക്കെയാണ് ഇവിടെ സ്പീഡ് ബോട്ട്. അപ്പോൾ നമുക്ക് ബോട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 പേർക്കോളം 800 രൂപയ്ക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് കൗവായി ബോട്ട് ടെർമിനൽ. ഇവിടെയൊക്കെ ബോട്ട് അടുപ്പിക്കുന്നതാണ്. അപ്പം ഇതാണ് കൗവായി ബോട്ട് ടെർമിനൽ. അപ്പോൾ നമുക്ക് സ്പീഡ് ബോട്ടിൽ കണ്ടൽക്കാടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫീലിംഗ് തന്നെയാണ് ഈ കണ്ടൽക്കാട് സ്പീഡ് ബോട്ടിങ്. കൗവായി കോക്കനട്ട് ഐലൻഡിൻ്റെ അടുത്താണ് ഈ കയാക്കിങ്ങും ഈ സ്പീഡ് ബോട്ടിങ്ങും ഒക്കെ ഉള്ളത്. നമുക്ക് കയാക്കിങ് ചെയ്തിട്ട് കണ്ടൽക്കാടിനുള്ളിൽ പോയി തിരിച്ചു വരാൻ പറ്റും. അതുപോലെ സ്പീഡ് ബോട്ടിലാണെങ്കിലും കയാക്കിങ് ചെയ്ത് സ്പീഡ് ബോട്ടിലാണെങ്കിൽ നമുക്ക് കണ്ടൽക്കാടിനുള്ളിൽ പോയിട്ട് ഇറങ്ങിയിട്ട് തിരിച്ചു വരാനുള്ള ഓപ്ഷനൊക്കെ അവൈലബിൾ ആണ്. അപ്പം ഇവിടെ വരുന്നവർക്ക് എന്തായാലും ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള നിരവധി ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പം എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യേണ്ട ആൾക്കാർ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ കൗവായിൽ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ സ്പീഡ് ബോട്ടിൽ കൗവായി കണ്ടൽക്കാടിനുള്ളിലേക്ക് പോവുകയാണ്. നേരെ അങ്ങ് ലോങ്ങിൽ കാണുന്നതാണ് അവിടുത്തെ കണ്ടൽക്കാടുകൾ. ശരിക്കും കയാക്കിങ് ചെയ്ത് പോകേണ്ടവർക്ക് ഒരു സ്പെഷ്യൽ ഫീലിംഗ് തന്നെയാണ്. പക്ഷേ നമുക്ക് ശരിക്കും കുറച്ച് നമ്മൾ ക്ഷീണിക്കുകയും ചെയ്യണം, കുറച്ച് ദൂരം നമുക്ക് തുഴയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു എഫേർട്ട് നമ്മൾ കാണണം. വേറെ കുഴപ്പമൊന്നുമില്ല. സ്പീഡ് ബോട്ടിൽ എടുക്കണം ഒരു നിർബന്ധമില്ല. ഈവനിങ് ടൈമാണ് പിന്നെ കയാക്കിങ് ചെയ്യുന്നതാണെങ്കിൽ മോർണിംഗ് ഒരു ഈവനിങ് ആണ് കയാക്കിങ്ങിന് പറ്റിയ സമയം. ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്കാണ് നമ്മൾ ബോട്ട് നോക്കുന്നത്, നല്ല വെയിലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ദൂരെ കാണുന്നതാണ് നമ്മുടെ കൗവായി കണ്ടൽക്കാടുകൾ. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നല്ലൊരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് തന്നെയാണിത്. എന്തായാലും ഇവിടെ വരുന്നവർക്ക് എന്തായാലും മസ്റ്റായി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണത്. എന്തായാലും പയ്യന്നൂരുള്ളവർക്കും കണ്ണൂർ വരുന്നവർക്കും കൗവായിക്കായാലും എൻജോയ് ചെയ്യാൻ വരുന്നവർക്കൊക്കെ ഇവിടുത്തെ സ്പീഡ് ബോട്ടിങ് എന്തായാലും മസ്റ്റായി ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് എത്താറായി. നമ്മൾ പോയ ബോട്ടിന് തിരിച്ചു വരുന്നതുകൊണ്ട് നമ്മളവിടെ ഇറക്കുന്നില്ല. അവിടെ തന്നെ കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ കൂടെ കറങ്ങിയിട്ട് നമ്മൾ അപ്പോൾ തന്നെ തിരിച്ചു വരണം. ഇതാണ് നമ്മുടെ കണ്ടൽക്കാട്. നല്ല വെട്ടി മിനുക്കിയ പോലെ നമുക്ക് തോന്നും. നല്ല ഭംഗിയിലുള്ളൊരു കണ്ടൽക്കാടും കാര്യമൊക്കെയാണ്. ഫോട്ടോഷൂട്ടൊക്കെ എടുക്കേണ്ടവർക്ക് പറ്റിയ സ്ഥലമാണ്. ഇവിടെ ശരിക്കും മുട്ടപ്പോൾ നമുക്ക് വെള്ളമുള്ളൂ. അപ്പം ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്. നേരത്തെ വന്ന ബോട്ടിനൊക്കെ ആൾക്കാരാണ് നടക്കുന്നത്. നമ്മൾ പക്ഷേ ഇവിടെ ഇറങ്ങുന്നില്ല. നമ്മൾ ജസ്റ്റ് ഈ ബോട്ടിന് പോയിട്ട് തന്നെ ഇതിനെ തിരിച്ചു വരാൻ വേണ്ടിയാണ്.
ഇനി നമ്മൾ കയാക്കിങ് കഴിഞ്ഞ് നമ്മൾ ബോട്ടിങ് സ്പീഡ് ബോട്ടിങ് കഴിഞ്ഞ് വന്ന് നമ്മളവിടെ കുറച്ച് നേരം കറങ്ങി ബോട്ട് ടെർമിനലൊക്കെ കറങ്ങി ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ നേരെ ഗവൺമെൻറ് ബോട്ടിന് കയറി ബീച്ചിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഒരു അരമണിക്കൂറാണ് നമുക്ക് 15 മിനിറ്റ് 20 മിനിറ്റിനുള്ളിൽ നമുക്ക് ബീച്ചിലെത്താൻ പറ്റും. അവിടെ പോയി കഴിഞ്ഞാൽ ഈ ബോട്ട് തന്നെ ഒരു 1 അവർ കൊണ്ട് തിരിച്ചു വരും. അപ്പം നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് ബോട്ടിന് എപ്പോഴാണ് തിരിച്ചു വരാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ടൈം പറഞ്ഞു തരും. അപ്പം നമുക്ക് ആ ബോട്ട് തന്നെ തിരിച്ചു വരാൻ പറ്റുന്നതാണ്. അപ്പോൾ പോകുന്നവർ എന്താണെന്ന് ടൈം ചോദിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ബീച്ചിൽ പോയിട്ട് നമുക്ക് അടുത്ത ബോട്ടിന് തന്നെ തിരിച്ച് കയറി ഇങ്ങോട്ട് വരാൻ പറ്റുന്നതാണ്. ശരിക്കും ബോട്ടിങ്ങിൻ്റെ നമുക്കൊരു ആലപ്പുഴയിലൊക്കെ പോയിട്ട് ഒരു ബോട്ടിങ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു നല്ലൊരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് ഒക്കെ ഇവിടെ തന്നെ അനുഭവിക്കാൻ പറ്റും. അപ്പം ഇവിടെ വരുന്നവർ എന്തായാലും ഈ ഒരു എക്സ്പീരിയൻസ് മസ്റ്റായിട്ട് ഫീൽ ചെയ്യുക.